ഞാനൊരു വാക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ വാക്ക് സന്തോഷം എന്നാണ്. സമർപ്പിതർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ട്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ കോൺസിക്രേറ്റഡ് ലൈഫ് ഇൻ ദ ചർച്ച് ടുഡേ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ 2014 നവംബർ 30 മുതൽ 2016 ഫെബ്രുവരി 2 വരെ സമർപ്പിത വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ വികാരമാണ് മേൽപ്പറഞ്ഞ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടമാക്കിയത്. അതെ, സമർപ്പിതർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തോടെ ആദരവോടെ നിങ്ങളെ ഏവരെയും ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 സ്നേഹപൂർവം സഹർഷം സ്വാഗതം ചെയ്യുന്നു. കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി ആഗോള സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഈ ലോഗോസ് ക്വിസ് തന്നെയാണ്. കഴിഞ്ഞ 15 വർഷങ്ങളിലായി ഇത് 16ാമത്തെ ലോഗോസ് ക്വിസിലേക്കാണ് നാം പ്രവേശിച്ചത്. ഈ വർഷങ്ങളിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ വചനം പഠിക്കാൻ താല്പര്യമെടുക്കുന്നതും ആ വചനത്തിന്റെ ഉപാസകരായി മാറുന്നതും വളരെ വിസ്മയനീയകരമായ ഒരു കാഴ്ചയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. 2002 മുതൽ എല്ലാ വർഷവും തന്നെ, അതിൽ ഒരു വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും തന്നെ ഈ ലോഗോസ് ക്വിസിന്റെ ഒരു ഭാഗമായി ഞാൻ അതിൽ പങ്കെടുക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ, ഇവിടെ ആയിരിക്കുമ്പോഴും ഏറെ താല്പര്യത്തോടുകൂടെ വചനം വായിക്കുകയും പഠിക്കുകയും എല്ലാ വചനങ്ങളും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ കാണുന്നത് ഏറെ ആശ്ചര്യകരമാണ്. കത്തോലിക്കരെ കുറിച്ച് പൊതുവെ പറയാറുണ്ട് വചനത്തോട് ആഭിമുഖ്യം കുറവാണെന്നും വചനം പഠിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയുള്ളൊരു പരാതി പറഞ്ഞു കേട്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അതിന് തികച്ചും അപവാദം എന്ന രീതിയിൽ തന്നെയാണ് ലോഗോസ് ക്വിസ് ഇത്തരം ഒരു സാധ്യത ഒരുക്കിയപ്പോൾ കത്തോലിക്ക വിശ്വാസികൾ എത്രയോ പേര്, അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തും മറ്റ് രൂപതകളിൽ നിന്നും മറ്റ് ഭാഷകളും മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുള്ളവർ പോലും ഇതിൽ പങ്കെടുത്ത് ഇതിന്റെ ഭാഗമായി മാറാൻ ആഗ്രഹിക്കുന്നു. ഈ ലോഗോസ് ക്വിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വചനത്തിന് ഉപാസകരായി മാറുന്ന ഏവർക്കും വിജയാശംസകളും പ്രാർത്ഥനാശംസകളും നേരുന്നു. ഒരിക്കലും കെടാതെ ഉജ്ജ്വലിക്കുന്ന സ്നേഹമേ, യഥാർത്ഥ സ്നേഹമേ, എന്റെ ദൈവമേ, എന്നെ പൂർണ്ണമായി ഉജ്ജ്വലിപ്പിക്കുക എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസ സന്മാർഗ തീർത്ഥാടനത്തിൽ വിളക്കുമരങ്ങളും വഴികാട്ടികളുമായ സമർപ്പിതർക്കായി സമർപ്പിച്ചിരിക്കുന്ന ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 6ാമത്തെ റൗണ്ടിലേക്ക്, വിറ്റ്നസ് റൗണ്ടിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾ വരുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യ 12 അധ്യായങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും. ഇതിൽ ഏത് അധ്യായം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്കെതിരെ ഇരിക്കുന്ന സമർപ്പിതയുടെ ജന്മദിനമോ പ്രൊഫഷൻ ചെയ്ത ദിനമോ ആയിരിക്കും. അതായത് സിസ്റ്റർ ആഞ്ചലയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സിസ്റ്റർ ബെറ്റിയുടെ ജന്മദിനം അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്ത ദിനം. ആ ഡേറ്റിലെ അക്കങ്ങൾ നമുക്കറിയാം, കണക്കിൽ 4 ഓപ്പറേഷൻസ് ആണുള്ളത്. ആ ഡേറ്റിലെ അക്കങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്ത് 3 ഓപ്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ടാവും. ആ 3 ഓപ്ഷൻസിൽ നിന്നാണ് ഏത് അധ്യായമാണ് എന്ന് മത്സരാർത്ഥി തീരുമാനിക്കേണ്ടത്. അതായത് എന്നോട് ഏത് ചോദ്യം ഏത് അധ്യായത്തിൽ നിന്ന് വേണം എന്ന് തീരുമാനിക്കാൻ എനിക്ക് അവസരമുണ്ട്. 3 ഓപ്ഷൻസ് ലഭിക്കും. ആ 3 ഓപ്ഷൻസ് ലഭിച്ചിരിക്കുന്നത് എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന സമർപ്പിതയുടെ ജന്മദിനത്തിൽ നിന്നോ പ്രൊഫഷൻ ചെയ്ത ദിനത്തിൽ നിന്നോ ആയിരിക്കും.
അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജന്മദിനം അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്ത ദിനം തന്നെ കൂട്ടലിനും കുറയ്ക്കലിനും ഗുണനത്തിനും ഹരണത്തിനും ഒക്കെ കാരണമായിരിക്കുന്നത്? ജോയിച്ച, എന്താണ് അതിന്റെ കാരണം? വിറ്റ്നസ് റൗണ്ട് സാക്ഷ്യത്തിന്റെ ഒരു റൗണ്ടാണ്. അപ്പോൾ അടയാളങ്ങൾ കണ്ട് ദൈവരാജ്യത്തിന്റെ വസ്തുതകൾ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും തിരിച്ചറിഞ്ഞ് അവിടുത്തെ മഹത്വത്തിൽ വിശ്വാസത്തോടെ പങ്കാളികളാകുന്നവർക്ക് അനുഭവിച്ച യേശുവിനെ പകരാതിരിക്കാനാവില്ല. സ്വാഭാവികമായും ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് സംലഭ്യമായ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിൽ അവിടുത്തെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വിശ്വാസികളും തങ്ങളുടെ ജനനം കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ജനിച്ചു വീഴുന്നതായാലും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ജനിച്ചു വീഴുന്നതുമായ ആ വലിയ സംഭവത്തിലൂടെ നമ്മൾ സാക്ഷികളാകാൻ നിയോഗിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ അസ്തിത്വം ഇപ്പോൾ ഇവിടെ സിസ്റ്റർ ആഞ്ചല റോസിന്റെ ഇവിടെയുള്ള ഇരിപ്പ്, ഈ അസ്തിത്വം ജനിച്ച് ഇവിടെ ആയിരിക്കുന്നത് അഭിമുഖം വരുന്നവരോട് അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നവരോട് കർത്താവിന്റെ തിരുവചനത്തിലേക്ക്, അവിടുത്തെ അടയാളങ്ങളിലേക്കും അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തിലേക്കും നയിക്കാനുള്ള ഒരു വിളിയാണ്, അല്ലെ? അതാണ് ഈ നമ്മുടെ അസ്തിത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്, പ്രത്യേകിച്ച് ക്രൈസ്തവ അസ്തിത്വം കൊണ്ട്. അതുകൊണ്ടാണ് എന്റെ ജന്മദിനം അവരുടെ ക്രിസ്തുവിന്റെ തിരുവചനത്തിന്റെ ഉള്ളറകളിലേക്ക് സൂചനയായി നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിസ്റ്റർ ഏഞ്ചൽ റോസ്, സിസ്റ്റർ ജനിച്ച തീയതി എത്രയാണ്? 1989 നവംബർ 14. നവംബർ 14 തീയതി. നവംബർ 14 എന്ന് പറയുമ്പോ 14-11 അല്ലെ? 14-11 ഒരുപാട് സാധ്യതകളുണ്ട്. അതിനെ കുളിച്ചും കുറച്ചും ഹരിച്ചും ഒക്കെ എടുക്കുമ്പോൾ പല സാധ്യതകളുണ്ട്. അതിൽ 3 സാധ്യതകളാണ് സിസ്റ്ററിനോട് പറയുന്നത്. 3, 5, 2 എന്നീ സാധ്യതകൾ. 11-ലെ 1, 1, 2 അത് മനസ്സിലായല്ലോ അല്ലെ? 14, 4 നിന്ന് പോയാൽ 3. അപ്പോൾ സിസ്റ്റർ കൃപയാണ് ഈ ജന്മദിനത്തിന്റെ ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരുവചനത്തിന്റെ ഉള്ളറകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ 3 സാധ്യതകൾ ഇവിടെ സിസ്റ്റർ നൽകുകയാണ്. കൃപ സിസ്റ്റർ ഈ സാധ്യത പ്രയോജനപ്പെടുത്തി ഏത് അധ്യായം അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നു? യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം വേണോ, 5-ാം അധ്യായം വേണോ, 2-ാം അധ്യായം വേണോ? യോഹന്നാൻ 2-ാം അധ്യായം. അപ്പോ റെഡി? ചോദ്യം അഭിമുഖീകരിക്കാൻ തയ്യാർ അല്ലെ? യോഹന്നാൻ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം ഉദ്ധരിക്കുക. യോഹന്നാൻ 2:19. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അപ്പോൾ 10 മാർക്ക് ഈ ചോദ്യത്തിന് സിസ്റ്റർ കൃപ സ്കോർ ചെയ്തുകൊണ്ട് വീണ്ടും ഉന്നതങ്ങളിലേക്ക്. അടുത്തത് സിസ്റ്റർ ജിയോയുടെ ബർത്ത്ഡേ എന്നാണ് 14 മാർച്ച് 77. ഈ 14-ഉം 3-ഉം അല്ലെ? 14-3-ന്റെ സാധ്യത വെച്ചുകൊണ്ട് പിന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. 5 ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 2 ഉണ്ട്. ഇവിടെ ഞാൻ 3 സാധ്യതകളാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1, 4, 7 എന്നീ 3 സാധ്യതകളിൽ നിന്ന് ഏത് വേണമെങ്കിലും എടുക്കാം. 1-ാം അധ്യായം എടുക്കാം, 4-ാം അധ്യായം എടുക്കാം, 7-ാം അധ്യായം എടുക്കാം. 4. അപ്പോൾ 4-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ചോദ്യം. യോഹന്നാൻ 4:34 ഉദ്ധരിക്കുക. യോഹന്നാൻ 4:34. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ ഒരു പോർഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വാക്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്, 10 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അടുത്ത റൗണ്ട് നമുക്ക് സിസ്റ്റർ റെഡിയാണല്ലോ അല്ലെ? ഒന്ന് സഹായിക്കാമോ? 28-3. 28-3. അപ്പോൾ 8, 10, 11 എന്നീ സാധ്യതകളുണ്ട്. 8, 10, 11 ഇതിൽ ഏതാണ് സിസ്റ്റർ ചൂസ് ചെയ്യുന്നത്? 10-ാം അധ്യായം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ് സിസ്റ്റർ ആഞ്ചല ഉത്തരം പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ നിന്ന് യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലുകളെടുത്തു. യേശു അവരോട് ചോദിച്ചു, എന്ത്? എന്റെ പിതാവിന്റെ നാമത്തിൽ എന്റെ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലേറെടുത്തത്? ഒരിക്കൽ കൂടി. എന്റെ പിതാവിൽ നിന്നും കേട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇതിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ എറിയാൻ കല്ലുകളെടുക്കുന്നത്? ഇതിലേത് പ്രവൃത്തികൾ മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? അതിലെ ആദ്യത്തെ പോർഷൻ അല്പം
പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? അപ്പോൾ ഞാൻ 5 മാർക്ക് സിസ്റ്ററിന് കൊടുക്കുന്നു. 5 മാർക്ക് ഈ റൗണ്ടിൽ. വെരി ഗുഡ്. അപ്പോൾ ഈ റൗണ്ട് ആത്മാർത്ഥമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. ഇനി അടുത്ത ചോദ്യം സിസ്റ്റർ ബെറ്റിയിലേക്ക്. ഒന്ന് സഹായിക്കാം. ഇത്രയും സഹായിച്ചില്ല. 24-3. ഓക്കെ, നമുക്ക് 12, 6, 2 എന്നീ സാധ്യതകൾ ഉണ്ട്. 2. 2-ാം അധ്യായത്തിലെ അവസാന വാക്യം ഉദ്ധരിക്കുക. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ദാറ്റ്സ് എക്സ്ട്രീംലി റൈറ്റ്. അപ്പോൾ ആ റൗണ്ടില് സിസ്റ്റർ ബെറ്റിയും 10 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്തത് സിസ്റ്റർ ജിയോ തെരേസിന്റെ അവസരമാണ്. ഒന്ന് ജന്മദിനം പറഞ്ഞൊന്ന് സഹായിക്കുമോ? 3, 2, 60. 3, 6, 1 എന്നീ സാധ്യതകളാണ് ഇവിടെ. 1. 1-ാമത്തെ അധ്യായം. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. എത്രാം വാക്യം? 1-ാം അധ്യായം 13-ാം വാക്യം. വെരി ഗുഡ്. അപ്പോ ഇനി അവസാനത്തെ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം അഭിമുഖീകരിക്കാനായിട്ട് നമ്മുടെ സിസ്റ്റർ ഏഞ്ചൽ റോസ് ഇരിക്കുന്നു. ഒന്ന് നമ്മുടെ കൃപ സിസ്റ്ററെ, ഒന്ന് കൃപയുണ്ടാകണം. 4-1. 4-1. യെസ്. അപ്പോൾ 1, 5, 3 എന്നീ സാധ്യതകൾ തരും. 3. 3-ാമത്തെ അധ്യായം. അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഏതുപോലെ? മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. നമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ റൗണ്ട് വളരെ വിജയപ്രദമായി പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സിസ്റ്റർ ഏഞ്ചൽ റോസ് 10 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 അവസാനിക്കുവാൻ ഒരു റൗണ്ട് മാത്രം. ഇപ്പോൾ എത്ര മാത്രമാണ് നമ്മുടെ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്? അവരുടെ പോയിന്റ് നില എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സിസ്റ്റർ ഏഞ്ചൽ റോസ് SABS 55 points. സിസ്റ്റർ ജിയോ തെരേസ് SABS 70 points. സിസ്റ്റർ ബെറ്റി ലിറ്റിൽ അപ്പോസ്റ്റൽസ് ഓഫ് റിഡംപ്ഷൻ 51 points. Sister Angela Holy Family 30 points. Sister Vinita SABS 51.5 points. Sister Kripa Sacred Heart 54.5 points. ലോകത്തെ ഉണർത്താൻ, to wake up the world, കഴിവുള്ള സ്ത്രീ പുരുഷന്മാരായിരിക്കണം സന്യസ്തർ എന്ന ഒരു പ്രതീക്ഷ ഫ്രാൻസിസ് പാപ്പ സന്യസ്തരുമായി പങ്കുവെക്കുന്നുണ്ട്. So come on, let us wake up the world. ലോഗോ സമർപ്പിത പ്രതിഭ 2015 അവസാന റൗണ്ട്, റിലിജിയസ് റൗണ്ട്. ഈ റൗണ്ട് ആദ്യത്തെ റൗണ്ടിന് സമാനമാണ്. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതമാണ്. Can pass the questions if you don't know the answer. Okay, ഇതിന് നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല. പാസ് ചെയ്ത ചോദ്യത്തിന് 5 മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. അധിക സമയം അനുവദിക്കുന്നതല്ല പാസ് ചെയ്യപ്പെടുന്ന ചോദ്യത്തിന്. ഈ അവസാന റൗണ്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ 1-ാമത്തെ ചോദ്യത്തിലേക്ക് സിസ്റ്റർ ഏഞ്ചൽ റോസിനെ സ്വാഗതം ചെയ്യുന്നു. സമർപ്പിതർക്ക് വേണ്ടിയുള്ള KCBC കമ്മീഷന്റെ ചെയർമാൻ ആര്? ബെസേലിയസ് മാർക്ലേനിസ്. I'm sorry, the answer is wrong. അതിനുള്ള അവസരം നഷ്ടപ്പെട്ടു. പാസ് ചെയ്യുന്നു. ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം. Oh, congratulations.
So you get 5 marks. അപ്പോൾ സിസ്റ്റർ ബെറ്റി ഈ റൗണ്ടിൽ പാസ് ചെയ്യപ്പെട്ട ചോദ്യമായതുകൊണ്ട് 5 മാർക്ക് നേടി വീണ്ടും ഉയരങ്ങളിലേക്ക് വന്നിരിക്കുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. അപ്പോൾ അടുത്ത ചോദ്യം സിസ്റ്റർ ജിയോ. ആദ്യം മുതൽ അവസാനം വരെ വളരെ കൂളായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരുപാട് മാർക്ക് ഒരുക്കൂട്ടുന്നുണ്ട്. വളരെ ശാന്തമായി എത്ര കിട്ടിയാലും അല്ലേ നമ്മൾ അല്ലെ കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞത് പ്രതിധരിക്കുന്നത് പോലെ. അപ്പോൾ ചോദ്യത്തിന് റെഡി. കേരളത്തിൽ നിന്ന് ഒടുവിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട സന്യസ്തരാണ് വിശുദ്ധ ചാവറയച്ചനും വിശുദ്ധ എഫ്രസ്യാമിയും. അവരുടെ നാമകരണ ചടങ്ങ് നടന്നത് എപ്പോഴാണ്? ആശയം സമയമായി. 2014. ഓക്കെ. അപ്പോ സിസ്റ്റർ ജിയോ തെരേസ് ആൻസർ പൂർണ്ണമായിട്ടല്ല പറഞ്ഞത്. അത് ഈ ആൻസറിന് 3 ഘടകങ്ങളുണ്ട്. 1 വർഷം, 2 മാസം, 3 ദിവസം. ഈ 3 കാര്യങ്ങളുള്ളത് കൊണ്ട് അതിൽ ഒരെണ്ണം മാത്രം ശരിയായി പറഞ്ഞു. 2014 പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് 3-1 മാർക്കിന് അർഹതയുണ്ട്. സിസ്റ്റർ ബെറ്റിയിലേക്ക് നമ്മൾ ചോദ്യം പാസ് ചെയ്യുന്നു. 2014 നവംബർ 23. നവംബർ 23. 2014 നവംബർ 23. അപ്പോഴത് സിസ്റ്ററിനെ പാസ് ചെയ്തത് മൊത്തം പാസ് ചെയ്യപ്പെടുമ്പോൾ 5 മാർക്കാണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ പാസ് ചെയ്തത് ഈ ഉത്തരത്തിന്റെ 2/3 ഭാഗം മാത്രമാണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 മാർക്ക് സിസ്റ്ററിന് തരികയാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. മൂന്നാമത്തെ ചോദ്യം സിസ്റ്റർ ബെറ്റിയോടാണ്. സമർപ്പിത ജീവിതം വിത കോൺസഗ്രാത എന്ന രേഖ പ്രകാശനം ചെയ്തത് എന്ന്? 1996 മാർച്ച് 25. വെരി ഗുഡ്. 1996 മാർച്ച് 25. അപ്പോൾ സിസ്റ്റർ വീണ്ടും 10 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 10ഉം 10ഉം 20 മാർക്ക് സിസ്റ്റർ ഈ റൗണ്ടിൽ സ്കോർ ചെയ്തു. നാലാമത്തെ ചോദ്യം സിസ്റ്റർ ആഞ്ചല. KCBCയുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളത്തിൽ എത്ര സന്യാസ സഭകളുണ്ട്? 355. 355. കറക്റ്റ്. അപ്പോൾ സിസ്റ്റർ ആഞ്ചലയ്ക്ക് 10 മാർക്ക് ഈ റൗണ്ടിൽ ലഭിക്കുന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് 5ാമത്തെ ചോദ്യം സിസ്റ്റർ വിനീതയോട്. ആദ്യമായി സമർപ്പിത ജീവിതത്തിന്റെ ലോക ദിനമായി ആചരിച്ചതെന്ന്? അറിയത്തില്ല. പാസ് ചെയ്യുന്നു. ഈ സെക്ഷനിൽ പറയാൻ സാധിച്ചില്ല. അടുത്ത സിസ്റ്ററിലേക്ക് പാസ് ചെയ്യുന്നു. എല്ലാവരും പാസ് ചെയ്തു. ഓക്കെ. 1997 ഫെബ്രുവരി 2. 1997 ഫെബ്രുവരി 2. കറക്റ്റ്. ആൻസർ. അപ്പോൾ സിസ്റ്റർ ആഞ്ചലയ്ക്ക് 5 മാർക്ക് പാസ് ചെയ്യപ്പെട്ടതുകൊണ്ട് കിട്ടുന്നു. 6ാമത്തെ ചോദ്യം സിസ്റ്റർ കൃപ. റെഡി. ഇന്ത്യയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ സന്യസ്തയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ പേര് പരാമർശിക്കുന്ന സിനഡനന്തര അപ്പസ്തോലിക ആഹ്വാനത്തിന്റെ പേരെന്ത്? റോങ്. പാസ്. ഉണർന്നിരിക്കും. റോങ്. പാസ്. വെർബും ഡോമിനി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ 7 റൗണ്ടുകളും ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ കോntestants-നും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നമുക്ക് ഫൈനൽ മാർക്ക് എത്രയാണെന്ന് അറിയാനുള്ള അവസരമാണ്. ആരാണ് നമ്മുടെ ഈ ലോഗോസ് സമർപ്പിത പ്രതിഭ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലേക്കാണ്. ലോഗോസ് 2015 സ്പെഷ്യൽ എഡിഷൻ ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 ഇവിടെ സമാപിക്കുകയാണ്. 7 റൗണ്ടുകൾക്കൊടുവിൽ നമ്മൾ ലോഗോസ് സമർപ്പിത പ്രതിഭയെ കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് ഈ 6 കണ്ടസ്റ്റന്റ്സിന്റെയും സ്കോർ നില പരിശോധിക്കാം. സിസ്റ്റർ ഏഞ്ചൽ റോസ് SABS 55 points. Sister Gio Therese SABS
73 points. Sister Betty, Little Apostles of Redemption, 69 points. Sister Angela, Holy Family, 45 points. Sister Vinita, 51.5 points. Sister Kripa, Sacred Heart, 54.5 points. ലോഗോസ് സമർപ്പിത പ്രതിഭയെ പ്രഖ്യാപിക്കുവാനായി KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഡോക്ടർ ജോഷി മയാറ്റിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, 2015 ലോഗോസ് ക്വിസ് മത്സരത്തിൽ സമർപ്പിതർക്ക് വേണ്ടി പ്രത്യേകം നടന്ന അതിസുന്ദരമായ ഈ വചന മാമാങ്കത്തിൽ കേരളത്തിലെ 45,000-ഓളം വരുന്ന സമർപ്പിതർക്കിടയിൽ നിന്ന് ഇന്ന് ലോഗോസ് സമർപ്പിത പ്രതിഭയായി തീർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിയോ തെരേസ് SABS ആണ്. കേരള സഭയുടെ പേരിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള പ്രത്യേക അനുമോദനങ്ങൾ ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിയോയ്ക്ക് ചേർക്കാൻ പോകുന്നു.